ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 8 ആഴ്ചത്തെ ബിഗ് ബോസ് മലയാളം സീസൺ 7 വോട്ടിംഗ് യുദ്ധമൊക്കെ ഇത് അവസാനിക്കാൻ പോവുകയാണ്. വെള്ളിയാഴ്ച രാത്രി 12 മണി കൊണ്ട് അവസാനിക്കാൻ പോകുന്ന വോട്ടിങ്ങിൻ്റെ അവസാന മണിക്കൂറായിട്ടുള്ള വൈകുന്നേരത്തോടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സ് വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്തൊരു കണ്ടസ്റ്റൻറ്റുകൾ ബിഗ് ബോസ് ഹൗസ് വിട്ട് പുറത്തു പോകുന്നൊരു കാഴ്ചയാണ് നിലവിലത്തെ വോട്ടിങ്ങിൽ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. വോട്ടിങ്ങിൽ വൻ ട്വിസ്റ്റുകളൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അനീഷേട്ടൻ്റെ തരംഗമൊക്കെ ചില സമയങ്ങളിൽ അവസാനിക്കുകയും അതോടൊപ്പം അവസാന സ്ഥാനത്തുള്ളവരുടെ ചില അട്ടിമറി മുന്നേറ്റമൊക്കെ കാണാൻ സാധിച്ചപ്പോഴും ഈ ഒരു മണിക്കൂർ അനീഷേട്ടൻ തന്നെ മുന്നിട്ടിരിക്കുകയാണ്. അനീഷേട്ടൻ്റെ ആദ്യം ഉണ്ടാക്കിയ ഓളം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. 1,74,238 എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യയായിട്ട് അനീഷേട്ടൻ ഒന്നാമത് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഷാനവാസിക്കനെയാണ് കാണാൻ സാധിക്കുന്നത്. ഷാനവാസിക്കയുടെ വോട്ടിങ്ങും നല്ല രീതിയിൽ കുറിച്ച് കയറുന്നുണ്ട്. 1,51,335 എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി ഷാനവാസിക്ക മറ്റ് കണ്ടസ്റ്റൻറ്റുകൾക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. എന്തൊക്കെയാണ് അനീഷിനെ മറികടക്കാൻ മാത്രം ഷാനവാസിക്കയ്ക്ക് സാധിച്ചില്ല. മൂന്നാം സ്ഥാനത്ത് ലക്ഷ്മിയാണ് കുതിക്കുന്നത്. ലക്ഷ്മിയുടെ വോട്ടിങ്ങിനുള്ള മെയിൻ കാരണം ആതിരയ്ക്ക് കിട്ടിയ തിരിച്ചടി അല്ലെങ്കിൽ ആതിരയുടെ വോട്ടിംഗ് തകർച്ചയായിരുന്നു. ചില സമയത്തെ 1,19,427 വോട്ടുകളുമായിട്ട് ലക്ഷ്മി മൂന്നാം സ്ഥാനം നിലനിർത്തുമ്പോൾ നാലാം സ്ഥാനത്ത് ആതിരനെയാണ് കാണാൻ സാധിക്കുന്നത്. 1,03,581 വോട്ടുകൾ സ്വന്തമാക്കി ആതിര വീണ്ടും തിരിച്ചു വരുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ആതിരയ്ക്കയുടെ വോട്ടിംഗ് പവറൊക്കെ ശക്തമായിട്ട് കൂടുന്നൊരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. നിലവിൽ 5ാം സ്ഥാനത്ത് പിന്തുണപ്പെട്ട് പോയിരിക്കുന്നത് ജിഷിൻ ചേട്ടനാണ്. ജിഷിൻ ചേട്ടന് നേരിയ വോട്ടിംഗ് തകർച്ചയുണ്ട്. 99,765 വോട്ടുകളുമായിട്ടാണ് ജിഷിൻ ചേട്ടൻ നിൽക്കുന്നത്. ഇനി വരും മണിക്കൂറുകളിൽ നിന്നും വലിയ ശക്തമായിട്ടുള്ള തിരിച്ചടികൾ കൊടുക്കാൻ ജിഷിൻ ചേട്ടന് സാധിക്കും തോന്നുന്നില്ല. നിലവിൽ 6ാം സ്ഥാനത്ത് മാറ്റമില്ലാതെ അക്ബർ തുടരുകയാണ്. ആര്യനെ അട്ടിമറിച്ച് അക്ബർ നേരിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ ഒരു മണിക്കൂറിൽ 90,579 എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്താൻ അക്ബറിന് സാധിച്ചപ്പോൾ നേരിയ വോട്ടിംഗ് ഡിഫറൻസിന് നമ്മുടെ ആര്യൻ വോട്ടിങ്ങിൽ 7ാം സ്ഥാനത്തോട്ട് പോയിട്ടുണ്ട്. നേരിയ തകർച്ചയുള്ളൂ. 89,148 വോട്ടുമായിട്ടാണ് ആര്യൻ നിൽക്കുന്നത്. എന്തൊക്കെയാണ് ഇരുവരും സേഫാണ്. നിലവിൽ 8ാം സ്ഥാനത്ത് വോട്ടിംഗ് അവസാന മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ജിസേനെയാണ്. 83,032 വോട്ടുകൾ മാത്രം സ്വന്തമാക്കി ജിസേൽ ബിഗ് ബോസ് ഹൗസിൻ്റെ പടിയിറങ്ങുന്ന പോലെ ഒരു കാഴ്ചയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. നിലവിലെ 9ാം സ്ഥാനത്ത് വോട്ടിങ്ങിൻ്റെ അവസാന മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ഡോക്ടർ ബിന്നിനെയാണ്. 78,126 വോട്ടുകൾ മാത്രം സ്വന്തമാക്കി ഡേഞ്ചർ സോണിൽ ബിന്നി തുടരുമ്പോൾ 10ാം സ്ഥാനത്ത് സൗമാനെയാണ് കാണാൻ സാധിക്കുന്നത്. സൗമാൻ്റെ വോട്ട് 73,459 എന്ന് പറയുന്ന വോട്ടിങ്ങിലോട്ടാണ് സൗമാൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു മണിക്കൂറിൽ സൗമാന് വമ്പൻ വോട്ടിംഗ് തകർച്ചയോ അല്ലെങ്കിൽ വോട്ടിംഗ് അട്ടിമറികളോ നടത്താൻ സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. ഏറ്റവും ഒടുവിൽ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ ഇവിടെ പറയാൻ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റായിട്ട് അഭി തുടരുകയാണ്. ഈ ഒരു വോട്ടിങ്ങിൻ്റെ തുടക്കം മുതൽ അഭിലാഷായിരുന്നു വോട്ടിങ്ങിൽ തകർന്നടിഞ്ഞുകൊണ്ടിരുന്നത്. അത്യാവശ്യം നല്ലൊരു ഗെയിമറാണ്. എന്നിട്ട് എന്തോ പറ്റി ബിന്നിയെ സൗമാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഭി ബെറ്റർ ആയിരുന്നു. എങ്കിലും വോട്ടിംഗ് തകർച്ചയാണ്. 70,494 വോട്ടുമായിട്ടാണ് അഭി നിൽക്കുന്നത്. നിലവിലത്തെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന പൊസിഷൻസ് ഇതാണ്. ഇനിയുള്ള മണിക്കൂറുണ്ട്. ഏകദേശം 4-5 മണിക്കൂർ ബാക്കിയുള്ളതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറിൽ ഒരുപക്ഷെ അട്ടിമറികൾ സംഭവിക്കാം. എങ്കിൽ പോലും ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബിന്നി, സാബുമാൻ, ജിസൈൽ അതോടൊപ്പം തന്നെ നമ്മുടെ അബി തുടങ്ങിയവരാണ് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത്. കാത്തിരുന്നതിനെ കാണാം ആരൊക്കെ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൻ്റെ പടിയിറങ്ങുന്നത്. അപ്പം നിങ്ങളുടെ ഇന്നത്തെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തിയ ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാറിൽ പോയി നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക. ഒരു മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സും വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.